ഡെവിൾസ് ചിമ്മിണി എന്നാണ് ഇതിന്റെ പേര്. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇവിടെ കഴുതയ്ക്ക് തണുക്കാതിരിക്കാനാണോന്ന് അറിയില്ല കേട്ടോ, പൊതപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്ലൈഗോയിലാണ് കേട്ടോ ഉള്ളത്. സ്ലൈഗോ എന്ന് പറഞ്ഞ കൗണ്ടിയിലാണോ ഉള്ളത്. അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അയർലൻഡിൽ തന്നെ ടോളസ്റ്റ് വാട്ടർഫോളാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെവിൾസ് ചിമ്മിണി എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ താഴെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.2 കിലോമീറ്റേഴ്സ് നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ ഒരു വഴിയാണ്. വലിയ കുന്നും മലയൊന്നും കയറി പോകാനില്ല, പക്ഷേ എന്നാലും ഈസി ആയിട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. 1.2 km എന്ന് പറയുമ്പോൾ വലിയ ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവിടുന്ന് കാർ പാർക്കിങ്ങിൽ നിന്ന് തന്നെ വെള്ളം ചാടുന്നതൊക്കെ കാണാനുണ്ടായിരുന്നു, പക്ഷേ അധികം വെള്ളം ഇല്ലാത്ത സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സമ്മറിൽ വന്നായിരുന്നു ഒരു പ്രാവശ്യം, അന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിൻ്ററാണ്, വിൻ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഡിസംബർ 16th അല്ലേ ഇന്ന്? ഡിസംബർ 16 ആയിട്ടും സമ്മറല്ല വിൻ്ററിൻ്റെ ടൈമിലാണെങ്കിലും വെള്ളമില്ല, കുറേശ്ശെ വെള്ളമുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഇവിടെ കറക്റ്റായിട്ട് കൂടുതൽ വെള്ളം ഉണ്ടാവുകയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം, കാണാം കാഴ്ചകളൊക്കെ. താഴെ ഒരു വലിയ ലേക്കുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമുക്കിനി ഈ മല മൊത്തം കയറണം. ഇവിടെ രണ്ട് സൈഡിലും ഫുള്ള് മൗണ്ടൻസ് ഒക്കെയാണ് കേട്ടോ. നല്ല ഇവിടേക്ക് വരുന്ന വഴിയാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു മൗണ്ടൻ ഉണ്ട്. എന്താ അത്? അതെ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ വെള്ളച്ചാട്ടം. അങ്ങ് ചെറുതായിട്ട് വെള്ളം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നല്ല കാറ്റുള്ള സമയമാണ്, അത് കാരണം ആ വെള്ളം ചാടുന്നത് മൊത്തം കാറ്റ് കൊണ്ടുപോവാണ് കേട്ടോ. താഴത്തേക്ക് എത്തുന്നില്ലാത്ത പോലെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കാറ്റ് കാരണം ചിമ്മിനിയിൽ നിന്ന് പുക പോകുന്നത് പോലെയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഡെവിൾസ് ചിമ്മിനി എന്നുള്ള ഈ പേര് ഈ വെള്ളച്ചാട്ടത്തിന് വന്നത്. അത് കാണാൻ ചിലപ്പോൾ നമ്മൾ താഴെ ചെല്ലുമ്പോൾ മൊത്തം നനയുന്ന പോലെ, മൊത്തം സ്പ്രേ അടിച്ച പോലെ ആവുമായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇത് കുറച്ച് വെള്ളമുള്ളൂ, ആ ഇച്ചിരി വെള്ളം വരുന്നുള്ളൂ. കാരണം നല്ല തിക്കായിട്ട് വെള്ളം വരാത്ത കാരണം ആ കാറ്റിൽ ആ വെള്ളം മൊത്തം മോളിൽ പോവാ. ശരിക്കും എന്തോ പുക വരുന്ന പോലെ ഉണ്ട് ഇല്ലേ? അവിടെ നിന്ന് എന്തോ പുക പോണ പോലെ അല്ലേ തോന്നുന്നത് പെട്ടെന്ന് നോക്കുമ്പോ. അങ്ങനെ തന്നെയാ തോന്നണേ, വെള്ളം മനസ്സിലാവുന്ന. പിന്നെ അവിടെ വേറെ കുഞ്ഞൊരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനുണ്ട്. നമുക്കൊരു 1/2 കിലോമീറ്റർ കൂടി നടക്കാനുണ്ടാവും താഴത്തേക്കെന്ന് തോന്നുന്നു. ആദ്യം വാട്ടർഫോളിൽ പോവാം. ആവശ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ, കുറേശ്ശെ ചാടുന്നുണ്ട്, പക്ഷെ നിറഞ്ഞല്ല ഒഴുകുന്നത്. ശരിക്കും ഇത് നിറഞ്ഞൊഴുകുന്ന ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ഫുള്ള് നിറഞ്ഞൊഴുകുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ അതിരപ്പള്ളി, വാഴച്ചാല് വെള്ളച്ചാട്ടമൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് എവിടുന്ന വെള്ളം ചാടുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ ഇത് ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇത്രയും 150 മീറ്റർ അല്ലേ? 150 മീറ്റർ ഹൈറ്റാണ് ഇത് പറയുന്നത്. അത്രയും ഹൈറ്റിൽ നിന്ന് ചാടുന്ന കാരണമാണിത് ഹയസ്റ്റ് വാട്ടർഫോൾ ഇൻ അയർലൻഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഇത്രയും നേരം നമ്മൾ വന്നത് വലിയ വഴിയായിരുന്നു, ഇപ്പം ചെറിയ ഒരു വഴിയാണുള്ളത് അങ്ങനെ താഴത്തേക്കുള്ളത്. എന്തായാലും നമുക്ക് താഴെ വരെ പോയി നോക്കണം. ഈ കാണുന്നതിലൊക്കെ വെള്ളം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. വെള്ളം ഇല്ല ഇപ്പം തീരെ. ഇവിടം വരെ ശരിക്കും വഴി ഇട്ടുള്ളൂ. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടി കാണാൻ പറ്റും. കണ്ടോ?
നമ്മളിതിൻ്റെ താഴെ വരെ എത്തി, തൊട്ട് താഴെ വരെ എത്തിയിട്ടില്ല. ശരിക്കിതേ ഇവിടം വരെയാണ് വഴി കറക്റ്റായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിങ്ങനെ കയറിപ്പോകാനായിട്ട് ഇങ്ങനെ കല്ല് പാകിയ ഒരു വഴിയാണ് കേട്ടോ ഉള്ളത്. വഴി എന്നൊന്നും പറയാൻ പറ്റില്ല, ഓഫ് റോഡ്. അതിലെ നടന്ന് പോയി കഴിഞ്ഞാൽ താഴെ വരെ എത്തും. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൻ്ററായ കാരണം ഇവിടുത്തെ മരങ്ങളിലൊക്കെ ഇലയില്ല കേട്ടോ. ഫുള്ള് ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുക. അത് കാരണം കറക്റ്റ് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അല്ലെങ്കിൽ ഈ മരത്തിലൊക്കെ ഇലയായിട്ട് മൊത്തം ബ്ലോക്കായിരുന്നേനെ. എന്തായാലും നമ്മൾ വന്ന ടൈം കൊള്ളാം, പക്ഷെ വെള്ളം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൊത്തം ഇതേപോലത്തെ വഴികളാണ് കേട്ടോ. ഈ കുറച്ച് സ്റ്റീപ്പായ വഴികളാണ്, കുറച്ച് പാടായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ തൊട്ട് താഴെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മേത്തേക്ക് ഇപ്പോഴും വെള്ളം ആവുന്നുണ്ട് കേട്ടോ. മോളിൽ നിന്ന് വരുന്ന ആ സ്പ്രേ അടിക്കുന്ന പോലെ വരുന്നുണ്ട്. മോളിൽ നിന്ന് ഇങ്ങനെ പറന്ന് വരുന്ന, കാറ്റത്ത് പറന്ന് വരുന്ന വെള്ളം നമ്മുടെ മേത്ത് ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെയൊക്കെ ആവുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലേക്കും മലകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. അതിലാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ കേട്ടോ. അതിലെ വണ്ടികൾ പോകുന്നതൊക്കെ കാണാനുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് പോകാനുള്ള വഴി കുറച്ച് സ്റ്റീപ്പാണ്. ഈ വഴിയാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത്. നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്ത ലേക്കിൻ്റെ താഴെയാണ് കേട്ടോ. ഇതിൻ്റെ താഴെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ. പക്ഷെ നല്ല തണുപ്പാണ്. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാമായിരുന്നു. വഴിക്ക് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആരോ. അത് ഇങ്ങനെ ചെറിയൊരു മലയുടെ മുകളിലേക്കുള്ള വഴിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടും. പക്ഷെ നമ്മൾ പോയ സ്ഥലത്ത് നടന്നു ഏറ്റവും നല്ല വ്യൂ ഉള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഗ്ലെൻകാർ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അത് കുറച്ച് അപ്പുറത്താണ്. അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ. ഗ്ലെൻകാർ വാട്ടർഫാൾ പക്ഷേ ചെറിയൊരു വാട്ടർഫോളാണ് കേട്ടോ. അധികം വലുപ്പമൊന്നുമില്ല. ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര വലിയ വാട്ടർഫോളൊന്നും അല്ല. പക്ഷെ കുറച്ചുകൂടി വെള്ളം കൂടുതലുണ്ട് എന്നുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം കാർ പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലാണെങ്കിൽ കുറേ കഴുതകളൊക്കെ നിൽക്കുന്നുണ്ട്. വേണ്ട, ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ലേക്ക് ഉള്ളത് കേട്ടോ. ഇവിടെ നല്ല രസമാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ മൊത്തം കോടയാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനൊക്കെ ആയിട്ട്. വിൻ്ററാണ് ശരിക്ക്. മരങ്ങളിലൊന്നും മേലെയൊന്നും ഇല്ലെങ്കിലും ഇവിടെ എല്ലാം പച്ചപ്പ് തന്നെയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ കാണാൻ കുറേ പൈൻ മരങ്ങളുണ്ട്. പൈൻ മരങ്ങളുടെ ഇലയൊന്നും ഈ വിൻ്ററിൽ കൊഴിയില്ല. അത് മൊത്തം പച്ചയായിട്ട് തന്നെയാണുള്ളത്. ഇവിടെ കഴുതയ്ക്ക് തണുക്കാതിരിക്കാനാണോ എന്ന് അറിയില്ല കേട്ടോ. പുതപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവമാണോ അല്ലേ?
അങ്ങനെ ദേ ഞങ്ങൾ മിനിയെ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 6-7 വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ദേ ബാക്കിൽ നല്ല അടിപൊളി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. ഇത്രയും വെള്ളം ഉണ്ടാവേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ.